ഹലോ കിഡ്സ്, ഇന്ന് നമുക്ക് ചാപ്റ്റർ 3 ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിനെ പറ്റി പഠിച്ചാലോ. ക്ലാസ് 9-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ പറയുന്നുണ്ട് 4 സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയുന്നുണ്ട്. ആക്ച്വലി ദേ ആർ ഫിലോസഫേഴ്സ്. മഹർഷി കന്നൈറ്റ്, പക്വത കറ്റ്യാമ, ഡെമോക്രിറ്റസ് ആൻഡ് ലൂസിഫസ്. ഇവരെന്താ പറഞ്ഞത്? ഈ എർത്തിൽ കാണുന്ന എല്ലാ ഒബ്ജക്റ്റും ഒരു കൊച്ചു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അന്ന കാലത്ത് പറഞ്ഞു. ആൻഡ് ആറ്റമോസ് മീനിങ് ഇൻഡിവിസിബിൾ എന്ന പേരിൽ നിന്നും നമ്മുടെ ആറ്റത്തിന് ആറ്റം എന്ന പേര് കിട്ടി. എന്താണ് ഈ ആറ്റം? ഈ ആറ്റം എന്താണെന്ന് 18th സെഞ്ച്വറിയിലും ഒക്കെ സയന്റിസ്റ്റ്സ് പഠിക്കാൻ തുടങ്ങി. എലമെന്റ്സും കോമ്പൗണ്ട്സിനെ പറ്റിയൊക്കെ തന്നെ സയന്റിസ്റ്റിന് അന്ന് അറിയാമായിരുന്നു. ആ സമയത്താണ് ആന്റണി ലവോയ്സർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, ഹൗ ആൻഡ് വൈ എലമെന്റ്സ് കമ്പൈൻ ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ ദേ കമ്പൈൻ. അങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഹി പ്രൊപ്പോസ്ഡ് എ ലോ കോൾഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. There are 2 laws of chemical combinations. അതിൽ ഒന്നാമത്തെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആന്റണി ലവോയ്സർ ഒറ്റയ്ക്കല്ലായിരുന്നു, ജോസഫ് സ്പ്രൗട്ട്സ് പറഞ്ഞ ഒരു സയന്റിസ്റ്റും കൂടെ അവര് 2 ലോസ് പുറത്തിറക്കി. അതിലൊന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് മീൻസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് mass can be neither created nor destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിന് ഒരു കുഴപ്പം പറ്റത്തില്ല. അതിൻ്റെ മാസിന് ഇറ്റ് ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ്, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല എന്ന് അവർ കണ്ടുപിടിച്ചു. അതിനു വേണ്ടി അവർ ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കി. എന്തായിരുന്നു ആ ആക്ടിവിറ്റി? ഒരു റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞും ഉള്ള വെയിറ്റ് എത്ര ആണെന്ന് അവർ മെഷർ ചെയ്ത് നോക്കി. അപ്പോൾ അവരെന്ത് കണ്ടു? ദാറ്റ് ഒബ്സർവേഷൻ ഇസ് ദാറ്റ് വെയിറ്റ് ഓഫ് ദ റിയാക്റ്റൻസ് ആർ ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ പ്രോഡക്ട്സ്. അവിടെ ആറ്റത്തിനോ മാസിനോ ഒന്നും സംഭവിക്കുന്നില്ല, എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു, അത്ര തന്നെ. അല്ലാതെ വെയിറ്റിന് ഒരു പ്രശ്നവും വരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി. ആൻഡ് ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ലോ പഠിക്കാം. ബൈ.